ഹലോ ഓൾ, വെൽക്കം ടു കൊമേഴ്സ് ഹെൽപ്പർ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ബാക്കി അവസാനത്തെ 2 യൂണിറ്റ്, അതായത് 1.3ഉം 1.4ഉം ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് 1.3 യൂണിറ്റ് നോക്കാം. അപ്പോൾ എന്താണ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് നോക്കാം. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ടാണ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കോമ്പറ്റേറ്റീവ് പൊസിഷൻ കൺസിഡർ ചെയ്തും ലോങ് ടേം മാർക്കറ്റിൻ്റെയൊക്കെ ഒരു വ്യൂവും കൺസിഡർ ചെയ്ത് ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഓർഗനൈസേഷൻ എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, അതിനെന്താണ് വേണ്ടത്, അത് കാണിച്ചു തരുന്ന ഒരു പോയിൻ്റാണ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മിഷൻ, വിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇത് മൂന്നും ഒരുമിച്ചാണ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ 3 കാര്യങ്ങളും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വിഷനാണ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ആദ്യത്തെ കാര്യമാണ് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ആസ്പിറേഷൻസ് ആണ്. അതായത് അവർ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, കമ്പനിയുടെ ഡയറക്ഷൻ എങ്ങനെ പോകണം, അല്ലെങ്കിൽ കമ്പനി ഏത് രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള അവരുടെ ആസ്പിറേഷൻസ് ആണ് വിഷൻ എന്ന് പറയുന്നത്. എല്ലാ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ളൊരു വിഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വിഷൻ എപ്പോഴും സ്മാർട്ട് എന്നുള്ള രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതായത് എസ് ഫോർ സ്മാർട്ട്, എം മെഷറബിൾ, എ അച്ചീവബിൾ, ആർ റെലവൻറ്റ് ആൻഡ് ടി ടൈം ബൗണ്ട്. സ്മാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് അത് അവരാദ്യം മനസ്സിലാക്കണം. കമ്പനിക്ക് എന്താണ് വേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അത് മെഷറബിൾ ആയിരിക്കണം. അതായത് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നുള്ളതും കൂടി അവർ അറിഞ്ഞിരിക്കണം. ആൻഡ് അടുത്തത് അച്ചീവബിൾ എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ആയിരിക്കണം. അതായത് ജസ്റ്റ് ഡ്രീമായിട്ട് കൺസിഡർ ചെയ്യുന്നതല്ല, നമുക്കത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യമായിരിക്കണം. ആൻഡ് റെലവൻറ്റ്, അപ്പോൾ ബിസിനസ്സിനോട് റെലവൻ്റ് ആയിട്ട്, അതായത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ആൻഡ് ലാസ്റ്റ് ടൈം ബൗണ്ട്, വിത്തിൻ ദ ടൈമിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതും കൂടി ആയിരിക്കണം ആ വിഷൻ എന്ന് പറയുന്നത്. സോ വിഷനെ സ്മാർട്ട് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വിഷൻ സെറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സൗണ്ട് വിഷൻ, ഓഫ് എ സൗണ്ട് വിഷൻ. അപ്പോൾ ആദ്യത്തെ റിയലിസ്റ്റിക്. അപ്പോൾ ആദ്യം പറയുന്നത് ഒരു സൗണ്ട് വിഷൻ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരിക്കണം. അതായത് ഒരു ഡേ ഡ്രീം അല്ല, പക്ഷെ റിയാലിറ്റി ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഇനി അടുത്തത് ക്രെഡിബിൾ. അപ്പോൾ മെമ്പേഴ്സിന് ബിലീവബിൾ ആയിട്ടുള്ള, അതായത് ക്രെഡിബിൾ സോഴ്സസിലൂടെ ഉള്ളതായിരിക്കണം ഒരു വിഷൻ, അല്ലെങ്കിൽ മെമ്പേഴ്സിനെ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ആ ഒരു സൗണ്ട് വിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത അട്രാക്റ്റീവ്. അപ്പോൾ ആ ഒരു വിഷനിലൂടെ എംപ്ലോയീസിന് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും മോട്ടിവേഷൻ തോന്നുന്ന തരത്തിലുള്ളതായിരിക്കണം ആ ഒരു വിഷൻ. അടുത്തത് ഫ്യൂച്ചർ. ഇപ്പോഴത്തേക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു സൗണ്ട് വിഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അടുത്ത യുണീക്ക് ആയിരിക്കണം. അതായത് ആരുടെയും കോപ്പി അടിച്ചിട്ടുള്ളതൊന്നും ആയിരിക്കാം, വളരെ യുണീക്നെസ് അതിലുണ്ടായിരിക്കണം, ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളതായിരിക്കണം ഒരു വിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അപ്രോപ്രിയേറ്റ്. നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കോർ വാല്യൂസ് എന്താണ്, അതിനോട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം വിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മോട്ടിവേഷണൽ. ഇൻസ്പയർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആ ഒരു വിഷൻ കണ്ടിട്ട് മെമ്പേഴ്സിന് ഒരു എൻകറേജ്മെൻറ്റ് ഫീൽ ചെയ്യണം. ആൻഡ് ലാസ്റ്റ് ആർട്ടിക്കുലേറ്റഡ്, അതായത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്താണ് വിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലും ആയിരിക്കണം. ഇത്രയുമാണ് എസെൻഷ്യൽസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് എ സൗണ്ട് വിഷൻ. ഇനി അടുത്തത് നമുക്ക് മിഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ മിഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ എക്സിസ്റ്റൻസിൻ്റെ റീസൺ ആണ് മിഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് അവർ വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം, അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ് മിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കോമ്പണൻസ് ഓർ എലമെന്റ്സ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെന്റ്. ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ആസ്പെക്ട്സ് ആണ് അത് കവർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്താണ് അവർ ഡീൽ ചെയ്യുന്നത്, അതെന്താണെന്നുള്ളതും അതിൻ്റെ ഡെഫിനിഷനും കൂടി ആ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അടുത്തത് ടെക്നോളജി. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതെല്ലാം ആ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, സർവൈവൽ, ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഈ 3 കാര്യങ്ങളിലേക്കുള്ള ഒരു റെഫറൻസും കൂടിയിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കണം. അടുത്തത് കസ്റ്റമേഴ്സ്. എന്ത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് കൺസ്യൂം ചെയ്യുന്നത് ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കണം എന്നും കൂടി ആ മിഷൻ സ്റ്റേറ്റ്മെന്റിൽ അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. അടുത്തത് പബ്ലിക് ഇമേജ്. അടുത്തതാണ് പബ്ലിക് ഇമേജ്. കമ്പനിയുടെ പബ്ലിക് ഇമേജും അതിലൂടെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കണം. അതായത് എങ്ങനെയാണ് അവർ ഹൗ ദേ വിഷസ് ടു ബി വ്യൂഡ്, അതാണ് പബ്ലിക് ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് സെൽഫ് കോൺസെപ്റ്റ്. ആ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്ന്
ഫേം എന്താണ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എന്താണെന്നുള്ളതും കൂടി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം. അടുത്തത് കൺസേൺ ഫോർ എംപ്ലോയീസ് ആണ്. എല്ലാ കമ്പനിക്കും അവരുടെ എംപ്ലോയീസിനോട് കൺസേൺ ഉണ്ടാവും. അപ്പോൾ ആ കൺസേൺ അഡ്രസ്സ് ചെയ്യുന്ന, അതായത് ആ കൺസേൺ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണം ഈ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ലാസ്റ്റ് ഇസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഫോക്കസ് കൊടുക്കുന്നതും കൂടി ആയിരിക്കണം മിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇത്രയുമാണ് കോമ്പോണൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് എ മിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ. റിയലിസ്റ്റിക് ആയിരിക്കണം, ഡ്രീമിംഗ് ഒന്നും ആയിരിക്കാൻ പാടില്ല. ഒരു ഡ്രീം ആയിരിക്കരുത്, അത് റിയാലിറ്റി ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും ആൻഡ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അടുത്തത് ഷുഡ് നൈദർ ബി ടു ബ്രോഡ് നോർ ബി ടു നാരോ. അതായത് ഒരുപാട് അങ്ങോട്ട് വലുതായിക്കഴിഞ്ഞാൽ ബ്രോഡായിക്കഴിഞ്ഞാൽ മീനിങ്ലെസ് ആയി പോവും. എന്നാൽ ഒരു നാരോ മിഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുമ്പോൾ ആക്ടിവിറ്റീസിന് റെസ്ട്രിക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ നടുക്ക് ഉള്ള ഒരു തരത്തിലുള്ള ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അടുത്തത് ക്ലാരിറ്റി. മിഷൻ സ്റ്റേറ്റ്മെന്റ് ആംബിഗ്യസ് ആവാൻ പാടില്ല, ക്ലിയർ ആയിരിക്കണം. എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി അതിലുണ്ടായിരിക്കണം. ഇനി അടുത്തത് ഡിസ്റ്റിങ്ക്റ്റീവ്, യുണീക്ക് ആയിരിക്കണം. ഇനി അടുത്തത് സോഷ്യൽ ലിങ്കേജ് ഉണ്ടായിരിക്കണം. എല്ലാ ഫേമിനും അവരുടേതായിട്ടുള്ളൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോഷ്യൽ ലിങ്കേജ് അതിലുണ്ടായിരിക്കും. ആൻഡ് ഷുഡ് നോട്ട് ബി സ്റ്റാറ്റിക്. ഒരു ഡൈനാമിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ അതിനോട് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം മിഷൻ സ്റ്റേറ്റ്മെന്റ്. അടുത്തത് മോട്ടിവേഷൻ. മിഷൻ സ്റ്റേറ്റ്മെന്റ് ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് ഇസ് ആക്ഷൻ പ്ലാൻ. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള പ്രോസസ്സാണ് എടുക്കാൻ പോകുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കണം മിഷൻ സ്റ്റേറ്റ്മെന്റ്. അടുത്തത് യുണീക്ക്. എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള, ആരുടെയും കോപ്പി ചെയ്യാത്ത ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു കമ്പനിക്ക് യൂസ്ഫുൾ. അടുത്തത് ബിസിനസ് ഡെഫിനിഷൻ. ഒരു ഓർഗനൈസേഷന്റെ ബിസിനസ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ബിസിനസിന്റെ ക്ലിയർ സ്റ്റേറ്റ്മെന്റ്, അവരെന്തൊക്കെ തരത്തിലുള്ള ബിസിനസ്സിലാണ് എൻഗേജ് ചെയ്യുന്നത്, ഇപ്പോഴും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്തൊക്കെ ബിസിനസ്സുകളാണ് പെർസ്യൂ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ആണ് ബിസിനസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ വാട്ട് നീഡ്സ് ഇറ്റ് ഇസ് ട്രൈങ് ടു സാറ്റിസ്ഫൈ. എന്ത് തരത്തിലുള്ള നീഡ്സ് ആണ് അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്, അതിനെ പറ്റിയുള്ള ഒരു ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ആണ് ബിസിനസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് രണ്ടും ഡിഫറെൻ്റ് ആണ്. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓർഗനൈസേഷണൽ ഗോൾസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഗോൾസ് എന്ന് പറയുന്നത് മിഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടും കോൺക്രീറ്റ് ആയിട്ടും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് റണ്ണിൽ ഒരു ഫേം എന്താണ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നത് അതാണ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന ആക്ടിവിറ്റീസ് ആണ് ഓർഗനൈസേഷണൽ ഗോൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. കൂടുതലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചറാണ്, നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഈ വർഷത്തിനേക്കാൾ കൂടുതൽ അടുത്ത വർഷം നമുക്ക് പ്രോഫിറ്റ് ഒരു 20% ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് എൻഡ് റിസൾട്ട് ഓഫ് പ്ലാൻഡ് ആക്ടിവിറ്റി ആണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇനി അടുത്തത് നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫസ്റ്റ് ജസ്റ്റിഫൈ ദി ഓർഗനൈസേഷൻ, അതായത് ഓർഗനൈസേഷൻ്റെ പേർപ്പസ് എന്താണ്, എയിം എന്താണെന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലിയർ ഡയറക്ഷൻ തരുന്നുണ്ട്, അതാണ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിലേക്ക് എന്താണ് അവർ അച്ചീവ് ചെയ്യാൻ എയിം ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്തു തരും ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ഇസ് ഹെൽപ്സ് സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിങ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ബേസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സിലൂടെ ഡിസിഷൻ മേക്കിംഗ് ഒരു വേ അല്ലെങ്കിൽ ഒരു രീതിയും കൂടിയാണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ആൻഡ് ലാസ്റ്റ് ഇസ് യാർഡ് സ്റ്റിക്ക് ടു മെഷർ പെർഫോമൻസ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയാലും എംപ്ലോയീസിൻ്റെ ആയാലും ഓർഗനൈസേഷൻ്റെ ആയാലും പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലെവൽ സെറ്റ് ചെയ്യാനും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയുമാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ എസെൻഷ്യൽസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ ദേ ഫോം എ ഹൈറാർക്കി. അപ്പോൾ വിഷൻ ആൻഡ് മിഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്പെസിഫിക് ഗോൾസിലേക്കാണ് എൻഡ് ചെയ്യുന്നത്. സോ അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്, ഒരു ലെവൽ ഉണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. ഇനി അടുത്തതാണ് സ്പെസിഫിസിറ്റി. എക്സാക്ട്ലി ഇൻഡിക്കേറ്റ് ചെയ്യും എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എവിടെ, എങ്ങനെ, ഏത് രീതിയിലാണ് ആ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ള എക്സാക്ട്ലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിസിറ്റി അവിടെയുണ്ട്. നെക്സ്റ്റ് ഇസ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ഇഷ്യൂസ്. ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഇതെല്ലാം ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ടൈം ഫാക്ടർ. ഒരു സ്പെസിഫിക് ടൈമിലേക്ക് നമ്മളെപ്പോഴും ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കും. എന്നിട്ട് അത് ഫിക്സ് ചെയ്തതിനനുസരിച്ചാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അടുത്തത് അറ്റൈനബിൾ. ആ ഒരു ടൈം ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ വിത്തിൻ റീച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്
ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് മെഷറബിലിറ്റി ആണ്. ഓൾറെഡി പറഞ്ഞു ക്വാണ്ടിഫയബിൾ ഇൻ നേച്ചർ ആണ് ഒബ്ജക്റ്റീവ്സ്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇന്റർ റിലേറ്റഡ്. ഒബ്ജക്റ്റീവ്സ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിന് വേണ്ടിയും ഡിഫറെൻറ്റ് ഏരിയാസിന് വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഡിവിഷൻസിൻ്റെ ഇടയിലൊക്കെ കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ഇസ് കൺസ്ട്രെയിൻസ്. പല കൺസ്ട്രെയിൻസ് നമ്മൾ ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി അടുത്തതാണ് പ്രോസസ് ഓഫ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഓർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ആൻഡ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ് സെറ്റിംഗ്സ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രോസസ് ഓഫ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് നോക്കാം, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഒബ്ജക്റ്റീവ് സെറ്റിംഗ്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒബ്ജക്റ്റീവ് സെറ്റിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി അടുത്തത് ഇൻറ്റേർണൽ റിസോഴ്സസ് ആൻഡ് പവർ സിസ്റ്റംസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കെയർഫുള്ളി എക്സാമിൻ ചെയ്തിട്ട് വേണം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട്. നമുക്ക് എത്രത്തോളം കയ്യിൽ റിസോഴ്സസ് ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം അതനുസരിച്ചായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതും. എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് വാല്യൂ ഓഫ് ദി ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിന് എന്താണ് വേണ്ടത് അത് ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ഇസ് പാസ്റ്റ് ഒബ്ജക്റ്റീവ്സ്. പാസ്റ്റിൽ നമ്മൾ എടുത്തേക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ മനസ്സിലാക്കുക, എന്നാൽ മാത്രമേ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒബ്ജക്റ്റീവ്സ് എഫക്റ്റീവ്ലി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് പ്രോസസ് ഓഫ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സെറ്റിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അടുത്തത് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഫസ്റ്റ് വൺ പ്രൈമറി ഒബ്ജക്റ്റീവ്. എല്ലാ ഓർഗനൈസേഷനും ഒരു ബേസിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് നീഡ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും പ്രൈമറി ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അടുത്തത് സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡറി ആയിട്ട് വരുന്ന ആൾക്കാരുടെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതാണ് എംപ്ലോയീസ്, ഗവൺമെൻറ്, സപ്ലയേഴ്സ്. ഇനി അടുത്തത് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്. 1 ഇയറിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ്. അടുത്ത ലോങ് ടേം ഒബ്ജക്റ്റീവ് വിത്തിൻ 5 ഇയേഴ്സ്. നെക്സ്റ്റ് സൊസൈറ്റി ആസ് എ ഹോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. ആൻഡ് ലാസ്റ്റ് ഇസ് പെർഫോമൻസ്. ഒരാൾ അവരുടെ ജോലി, അതായത് എംപ്ലോയി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് മെഷർ ചെയ്യുന്ന തരത്തിലുള്ള ഒബ്ജക്റ്റീവാണ് പെർഫോമൻസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇത്രയും പറയുന്നതിലൂടെ 1.3 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ലാസ്റ്റ് യൂണിറ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. പ്ലാനിംഗ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻ അഡ്വാൻസ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാനിനോട് റിലേറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച് ആ ഒരു സ്ട്രാറ്റജി പെർസീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ബേസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുത്ത് അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് വരുന്ന സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് പെർസീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. പ്ലാനിംഗ് ഫോർ കമ്പനി ആസ് എ ഹോൾ. ഒരു ഡിപ്പാർട്ട്മെൻറ്റിനോ ഒരു പ്രൊഡക്റ്റിനോ വേണ്ടിയിട്ടല്ല, ഒരു കമ്പനിക്ക് മൊത്തമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ലോങ് ടേം ഇൻ നേച്ചറാണ്. ടോപ്പ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലൂടെ ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് പ്രോസസ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ് നോക്കാം. ഫസ്റ്റ് ഇസ് ഗെറ്റിംഗ് റെഡി. അപ്പോൾ ആദ്യം തന്നെ തീരുമാനിക്കാം നമുക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആവണം. അതായത് ഒരു ടീം നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. ആരൊക്കെയാണ് ഈ പ്ലാനിങ് പ്രോസസ്സിൽ ഇൻവോൾവ് ആവണമെന്ന് തീരുമാനിച്ച് ഒരു ടീം സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത്ര ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യണം. ആൻഡ് പിന്നെ ഇഷ്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി സെറ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഗെറ്റിംഗ് റെഡി. ഇനി അടുത്തത് ഡിഫൈൻ ഓർഗനൈസേഷണൽ മിഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അടുത്ത സ്റ്റെപ്പാണ് അനലൈസിങ് ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ എഫക്ട് ചെയ്യുക എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെപ്സ് എടുക്കുക. നെക്സ്റ്റ് അനലൈസിങ് ഇന്റേണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇന്റേണൽ എൻവയോൺമെൻറ്റ് നമ്മുടെ ബിസിനസ്സിൻ്റെ വിത്തനായിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് പെർഫോമിങ് ഗ്യാപ്പ് അനാലിസിസ്. അപ്പോൾ ഗ്യാപ്പ് അനാലിസിസ് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളമാണ് ഒരു ഓർഗനൈസേഷൻ സക്സീഡ് ചെയ്യാനുള്ള ചാൻസസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണ് ഡെവലപ്പിംഗ് ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്ന സ്ട്രാറ്റജീസ്, ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ന്യൂ സ്ട്രാറ്റജി വേണോ ന്യൂ സ്ട്രാറ്റജി വേണ്ടയോ എന്നുള്ളത് നമുക്ക്
തീരുമാനിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അടുത്തത് ചോയ്സ് ഓഫ് സ്ട്രാറ്റജി. നമ്മളെല്ലാ സ്ട്രാറ്റജിയും സെലക്ട് ചെയ്യില്ല. 1-2 സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള 1 ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ചോയ്സ് ഓഫ് സ്ട്രാറ്റജി. ചോയ്സ് ഓഫ് സ്ട്രാറ്റജി കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അപ്പോൾ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. ആൻഡ് ലാസ്റ്റ് ഇസ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ്. ഒരു 1 ടൈം സ്റ്റെപ്പ് അല്ല, ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്ററിങ് ചെക്കിംഗ് ഒക്കെ വേണ്ടി വരും. അങ്ങനെ ചെക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി കറക്റ്റ് ആണോ, നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ല എന്നാണെങ്കിൽ പുതിയൊരു സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പ്രോസസ്സായിട്ട് പറയുന്നത്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് റീസൺസ് ഫോർ പുവർ സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ്. ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലൂടെ നമുക്ക് അൺസർട്ടനിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടിട്ട് അൺസർട്ടനിറ്റി ഒരു ലിമിറ്റ് വരെ നമുക്ക് കുറക്കാൻ പറ്റും. അടുത്തത് പ്രൊവൈഡ്സ് എ ലിങ്ക് ബിറ്റ്വീൻ ലോങ് ആൻഡ് ഷോർട്ട് ടേംസ്. ലോങ് ആൻഡ് ഷോർട്ട് ടേമുകളായിട്ടുള്ള ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് ഒരു കോർഡിനേഷൻ കൊണ്ടുവരാൻ, ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്ട്രാറ്റജിക് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. നമുക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലൂടെ ഓർഗനൈസ് ചെയ്ത് ഒരു ഡയറക്ഷനിലേക്ക് സെയിം സെറ്റ് ഓഫ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഫെസിലിറ്റേറ്റ്സ് മെഷർമെൻറ്റ്. നമുക്ക് ആക്ച്വൽ പെർഫോമൻസ് എന്താണെന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലൂടെ പറ്റും. അടുത്തത് റെഡ്യൂസസ് റിസ്ക് ആണ്. ഒരു ലിമിറ്റ് വരെ നമുക്ക് റിസ്ക് കുറക്കാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് എൻകറേജസ് ക്രിയേറ്റിവിറ്റി. സ്ട്രാറ്റജിക് പ്ലാനിങ് ഒരു പർപ്പസ്, ഒരു സെൻസ് ഓഫ് പർപ്പസ് എംപ്ലോയീസിൽ ക്രിയേറ്റ് ചെയ്ത് അവർക്കൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ഒരു എൻകറേജ്മെൻറ്റും ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് പുവർ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ റീസൺസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, പുവർ റിവാർഡ് സ്ട്രക്ചർ. ചില ഓർഗനൈസേഷൻസ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സക്സസ് ഉണ്ടാകുമ്പോൾ റിവാർഡ്സ് കൊടുക്കില്ല, പക്ഷേ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ പണിഷ് ചെയ്യും. അത് ഒരു റീസൺ ആയിട്ട് വരാം. അടുത്തത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഇമ്മീഡിയറ്റ് റിസൾട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇത് ടു എക്സ്പെൻസീവ്. സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സിന് കോസ്റ്റ്ലി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് കോണ്ടന്റ് വിത്ത് സക്സസ്. ഇന്ന് സക്സസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ നാളെ സക്സസ് ഉണ്ടാവണം എന്നുള്ളൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അതും പുവർ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ റീസൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഇസ് ഓവർ കോൺഫിഡൻസ്. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യം സക്സസ്ഫുൾ ആകുമ്പോൾ ഓവർ കോൺഫിഡൻറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതും പുവർ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലേക്ക് ലീഡ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺസ് ആണ്. സോ ഇത്രയുമാണ് 1.4 പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.